ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA ജില്ലാ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി പെരുവയലിൽ പ്രതിഷേധ മാർച്ച്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് ജൂനിയർ ആൻഡ് സീനിയർ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 6-7 തീയതികളിൽ നടക്കും. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA ജില്ലാ മാർച്ചും ധർണയും നടത്തി. 17 സബ് ജില്ലകളിൽ നിന്നായി നിരവധി അധ്യാപകർ റാലിയിൽ പങ്കെടുത്തു. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ഭിന്നശേഷി നിയമനത്തിന് തസ്തിക മാറ്റിവെച്ച് മറ്റ് നിയമനങ്ങൾ അംഗീകരിക്കുക, ID ഇല്ലാത്ത കുട്ടികളെയും തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ശമ്പള പരിഷ്കരണം 5 വർഷത്തിലൊരിക്കൽ എന്ന രീതിയിൽ തത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആനുകൂല്യങ്ങളും യഥാസമയം തന്നുകൊണ്ടിരുന്ന സർക്കാർ കേന്ദ്രത്തിന്റെ തെറ്റായ സാമ്പത്തിക നയം കാരണം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഇക്കാലത്ത് നമുക്ക് തരാനുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങിപ്പോകാതെ തരുന്ന ഘട്ടത്തിൽ തന്നെ 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാരിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ശമ്പള പരിഷ്കരണ നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണം എന്നുള്ളതാണ്. അതേപോലെ ഈ മേഖലയിലുള്ള മറ്റ് വിഷയങ്ങളും എപ്പോഴും പുരോഗമനപരമായ കാഴ്ചപ്പാടോടെ പരിഗണിക്കുന്ന രീതിയിൽ തന്നെ പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയാണ് സംസ്ഥാന ഗവൺമെന്റ് മുമ്പിൽ നമുക്ക് വയ്ക്കാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന സാമ്പത്തിക വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തണമെന്നുള്ള ശക്തമായ പ്രക്ഷോഭ മുദ്രാവാക്യമാണ് കേന്ദ്രത്തോട് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ. നമുക്കറിയാം, പതിറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒട്ടേറെ ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളൊക്കെ തകർക്കുന്ന രീതിയിലേക്കുള്ള സമീപനവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് N. സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ VP രാജീവൻ, K. ഷാജിമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C. സതീശൻ, K. സജീഷ് നാരായണൻ, VP മനോജ്, ജില്ലാ സെക്രട്ടറി RM രാജൻ, ട്രഷറർ PK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U. ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ് തുടങ്ങിയ മത്സര ഇനങ്ങളിലായാണ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 40 വയസ്സ് മുതൽ പ്രായമുള്ള പുരുഷ വനിതാ വിഭാഗങ്ങളിലായി പ്രത്യേകമായാണ് മത്സരം. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U. ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ രംഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും സ്പോർട്സ് കൗൺസിലും ഫെഡറേഷനും അംഗീകരിച്ച ഒരേ ഒരു സംഘടനയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അംഗീകാരമുള്ള അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് മാത്രമേ ആനുകൂല്യം ലഭ്യമാകൂ എന്നുള്ളതാണ്. മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് വലിയ പ്രചോദനം തന്നെയാണ്. പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ പ്രസിഡന്റ് K. സതീഷ് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ജനറൽ PJ ജോസഫ് അർജുന, സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് S. നായർ, സെക്രട്ടറി E. മോഹൻ പീറ്റർ, ട്രഷറർ ആസിഫ് അലി, ജനറൽ കൺവീനർ മിഥുൻ ആദാടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 24 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 360 പുരുഷന്മാരും 180 വനിതകളും മത്സര രംഗത്തുണ്ട്.
ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഈ മാസം 7-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി പെരുവായിലിൽ പ്രതിഷേധ മാർച്ച്. ജനങ്ങളുടെ ശക്തമായ പിന്തുണ അറിയിക്കുന്നതായിരുന്നു പ്രതിഷേധ മാർച്ച്. ഛത്തീസ്ഗഡിൽ മതം മാറ്റം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തി തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവയിൽ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കന്യാസ്ത്രീകൾക്കെതിരായ FIR റദ്ദാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ദേവാലയത്തിൽ നിന്ന് പെരുവയിൽ അങ്ങാടിയിലേക്കാണ് മാർച്ച് നടന്നത്. റവറന്റ് ഫാദർ സനൽ ലോറൻസ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ബിനു എഡ്വേർഡ്, പ്രൊവിൻഷ്യൽ സിസ്റ്റർ ഡാനിയേല, മദർ സുപ്പീരിയർ സിസിലി, സുപ്പീരിയർ സാൽവിയ, ജോയിന്റ് സെക്രട്ടറി ജോർജ് തോപ്പിൽ, ബോണി വർഗീസ്, ജോണി വർഗീസ്, ജോസഫ് പുളിന്തറ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ പാവങ്ങളുടെ സാമൂഹ്യനീതിയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഈ വിഷയത്തിൽ ജനങ്ങളുടെ ശക്തമായ പിന്തുണ അറിയിക്കുന്നതായിരുന്നു പ്രതിഷേധ മാർച്ച്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ 75-ാം വാർഡിന്റെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയികളെ ആദരിച്ചു. URC പ്രൊജക്ട് കോർഡിനേറ്റർ ഹരീഷ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ 75-ാം വാർഡ് പുതിയാപ്പയുടെ നേതൃത്വത്തിൽ SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം പുതിയ നിരത്ത് നാഷണൽ LP സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. ഹരീഷ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസ് റൂം നടത്തി വന്നിരുന്ന ഒരു കാലഘട്ടത്തിന്റെ പഠിതാക്കളാണ് ഞങ്ങൾ. അപ്പോൾ അത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഒരാൾ പഠിക്കേണ്ടതല്ല, നേടേണ്ടതല്ല വിദ്യാഭ്യാസം എന്നുള്ളത് സംസ്ഥാന സർക്കാർ പോലെയുള്ള, അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള ഏജൻസികളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായി സിലബസ് മാറ്റണമെന്നും പഠന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തണമെന്നും നമ്മൾ തീരുമാനിച്ചത്. ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായി സമയം വെച്ച് പഠിച്ച് പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അത് ഉറപ്പാണ് അല്ലേ? അത് കൃത്യം അതിൽ നിന്ന് എഴുതി വെച്ചാൽ നല്ല മാർക്ക് കിട്ടുന്ന കാലഘട്ടം. ആ പഠന സമ്പ്രദായത്തിൽ നിന്ന് മാറി നമ്മൾ ആശയ അവതരണ രീതിയിലേക്ക് നമ്മൾ പഠനം മാറ്റിയെടുക്കും. വാർഡ് കൗൺസിലർ VK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ K നിഷ സ്വാഗതം പറഞ്ഞു.
വാർഡ് കമ്മിറ്റി അംഗം സി അശോകൻ, സാക്ഷരതാ പ്രേരക് പി കെ ബൈജു എന്നിവർ ആശംസയും വി ജിതേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് ജൂനിയർ ആൻഡ് സീനിയർ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 6-7 തീയതികളിൽ നടക്കും. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഈ അത്ലറ്റിക്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ജൂനിയർ മീറ്റ്, കോഴിക്കോട് ജില്ലാ ജൂനിയർ മീറ്റ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 6-7 തീയതികളിൽ 55ാമത് ജൂനിയർ ആൻഡ് സീനിയർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കും. ചാമ്പ്യൻഷിപ്പിൽ 14 വയസ്സിന് താഴെയുള്ളവർ, 16 വയസ്സിന് താഴെയുള്ള, 18 വയസ്സിന് താഴെയുള്ള, 20 വയസ്സ് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് മത്സരം. കൂടാതെ പുരുഷ വനിതാ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72ഓളം ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുണ്ട്. ഏത് സ്കൂളിൽ പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്നതാണ് ഈ മീറ്റിന്റെ പ്രത്യേകത. വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും പങ്കെടുക്കാം. ഈ മീറ്റിലൂടെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിലും ദേശീയ ഗെയിംസിലുമൊക്കെ പങ്കെടുക്കാനുള്ള യോഗ്യത നേടുക. കൃത്യം നമുക്ക് 6-ാം തീയതി 7:30 ആരംഭിക്കുന്നതാണ്. ഇവൻറ്റ്സ് 2 ദിവസമായിട്ടാണ്, 6ഉം 7ഉം തീയതികളാണ്. ഇത് ഓപ്പണായിട്ടുള്ള മത്സരമാണ്. എല്ലാ വിഭാഗക്കാർക്കും, ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ മീറ്റിൽ പങ്കെടുക്കാം. സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾക്ക് വരെ ഏജ് കാറ്റഗറി അടിസ്ഥാനത്തിൽ മത്സരിക്കാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ മെഹ്റൂഫ് മണലോടി, KM ജോസഫ്, ഇബ്രാഹിം ചീനിക്ക എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂർ നവജീവൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൂട്ടാലിടയിൽ തുറന്ന ഓഫീസ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന കോട്ടൂർ നവജീവൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് കൂട്ടാലിടയിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 6 വർഷക്കാലത്ത് പ്രവർത്തനം വിലയിരുത്തി നോക്കിയാൽ എനിക്ക് തോന്നുന്നത് കോട്ടൂരിലെ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പ്രശ്നങ്ങളോടും വിഷയങ്ങളോടും ഒരുപോലെ പ്രതികരിച്ചിട്ടുള്ള ഒരു സംഘടനയായി ജനങ്ങളുടെ മനസ്സുകളിൽ ഇത് ജീവിക്കുകയാണ്. 6 വർഷം കൊണ്ട് ഒരു പ്രദേശത്തെ സാമാന്യപ്പെട്ട ജനങ്ങളുടെ മനസ്സുകളിലും ഇടം പിടിക്കണമെങ്കിൽ അതിന്റെ പ്രവർത്തന മാഹാത്മ്യമാണ് അതിന്റെ കാരണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഈ സംഘടന നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഉദാരമതികൾ ട്രസ്റ്റിന് സംഭാവന ചെയ്ത കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ വീൽചെയർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ MP ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങൾ MP വിതരണം ചെയ്തു. ഉദ്ഘാടന പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ ജോസ് മംഗളാകുന്നിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ധർമ്മരാജൻ മുല്ലപ്പള്ളി, TK ചന്ദ്രൻ, E ഗോവിന്ദൻ നമ്പീശൻ, ഇല്ലത്ത് പ്രകാശൻ മാസ്റ്റർ, സുരേഷ് പാർവതിപുരം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എലത്തൂർ ഗവൺമെന്റ് ITI മാളിയേക്കൽ ഡ്രെയിനേജ് കോൺക്രീറ്റ് റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ എലത്തൂർ 2ാം വാർഡ് ഗവൺമെന്റ് ITI മാളിയേക്കൽ ഡ്രെയിനേജ് കോൺക്രീറ്റ് റോഡ് കോഴിക്കോട് കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. സുബിൻലാൽ കട്ടയിൽ സ്വാഗതവും ചെയർമാൻ TP വിജയൻ അധ്യക്ഷതയും വഹിച്ചു. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ഉൽപ്പന്നമായ അമൃതവേണി ഡാൻഡ്രോ കിറ്റ് പുറത്തിറക്കി. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജ്യോതി ലബോറട്ടറീസ് മുൻ MD MP രാമചന്ദ്രൻ ചടങ്ങിൽ സംബന്ധിച്ചു. സഹ്യാദ്രി ബയോലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ഉൽപ്പന്നമായ അമൃതവേണി ഡാൻഡ്രോ കിറ്റ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഖജാൻജി KM ഹനീഫയ്ക്ക് നൽകി കൊമേഴ്ഷ്യൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. MDCയെ പ്രതിനിധീകരിച്ച് PI അജയനും കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് TP വാസു മുഖ്യാതിഥിയെ പൊന്നാട അണിയിച്ചു. അമൃതവേണി ഉൽപ്പന്നങ്ങളുടെ സവിശേഷതയും ഉപയോഗക്രമവും ഡോക്ടർ അമ്പിളി ശ്രീനിവാസ് വിശദീകരിച്ചു. വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്ത PV ചന്ദ്രൻ, വിനീഷ് വിദ്യാധരൻ, അഡ്വക്കേറ്റ് A രഘുനാഥൻ, KM ഹനീഫ എന്നിവർക്ക് MP രാമചന്ദ്രൻ ഉപഹാരം നൽകി. ഡയറക്ടർ ജിതിൻ MD, സെയിൽസ് ഹെഡ് ചന്ദ്രകാന്ത് AP, സ്റ്റേറ്റ് സെയിൽസ് ഹെഡ് എന്നിവർ വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സ്വീകാര്യത സദസ്സിനെ അറിയിച്ചു. CGDA പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണി സ്വാഗതവും സഹ്യാദ്രി ബയോലാബ്സ് മാർക്കറ്റിംഗ് ഹെഡ് രഞ്ജു ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ പുതുരൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിൽ എരോഡ് സെൻട്രൽ ബിൽഡിംഗിൽ ആരംഭിച്ച ശാഖ MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലുടനീളം കേൾവിക്കുറവും സംസാര വൈകല്യമുള്ളവർക്കായി സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ കോഴിക്കോട് ശാഖ കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടും വിശാലമായ പുതിയ രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിൽ എരോഡ് സെൻട്രൽ ബിൽഡിംഗിൽ ആരംഭിച്ച സെന്റർ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാലം നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ഏതാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണം ക്യാമ്പയിൻ ആരംഭിക്കാൻ കൂടി ശ്രവണക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാറുള്ളത്. ശ്രവണ എന്ന സ്ഥാപനത്തിന് പിന്നിലെ ലക്ഷ്യം ഒരു സംരംഭത്തിന് പുറമെ ഇത്തരം കേൾവി സംസാര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണെന്ന് ശ്രവണയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീജിത്ത് പറഞ്ഞു. ശ്രവണയുടെ ലക്ഷ്യം കേരളത്തിലുടനീളം എല്ലാത്തരം ആളുകൾക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തരത്തിൽ ആധുനിക, വിശ്വസനീയവും മനുഷ്യസ്നേഹപരവുമായ ശബ്ദപരിചരണ സേവനങ്ങൾ എത്തിക്കുന്നതാണെന്ന് ചീഫ് ഓഡിയോളജിസ്റ്റ് അശ്വതി ശ്രീജിത്ത് പറഞ്ഞു. കഴിഞ്ഞ 17 വർഷമായിട്ട് കേരളത്തിലും കർണാടകത്തിലും കേൾവി സംസാര മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ശ്രവണ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ക്ലിനിക്. ഈ പുതിയ നവീകരിച്ച ക്ലിനിക്കിൽ അത്യാധുനികമായ സേവനങ്ങളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ എനിക്കൊന്ന് കേരളത്തിൽ എവിടെ തന്നെ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് റൂം, ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചിട്ട് എല്ലാ തരത്തിലുള്ള കേൾവി സഹായികളും ലഭ്യമാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ലഭ്യമാണ്. ഈ കേൾവി സഹായികൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാൻ നമ്മളെ പേഷ്യൻസിന് ഒരു ഓപ്ഷനില്ല. അവർക്ക് ഇത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് പോവുക ചെയ്യുന്നത്. അതല്ലാതെ തന്നെ കേൾവി സഹായി വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടൊരു എക്സ്പീരിയൻസ് റൂം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാൽ മുമ്പ് ശ്രവണയിൽ നിന്നും ടെസ്റ്റും ട്രയലും കഴിഞ്ഞിട്ടും ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ കഴിയാതിരുന്ന 5 ആളുകൾക്ക് ഉദ്ഘാടന ദിനത്തിൽ സൗജന്യമായി ഹിയറിംഗ് എയ്ഡ് നൽകി ശ്രവണ തന്റെ സമൂഹ പ്രതിബദ്ധത വീണ്ടും തെളിയിച്ചു.
IMA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ, കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ, ജിൻഡോ എം തോമസ്, കുമാരി പാർവതി ശ്രീജിത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കേരളത്തിലെ നിരവധി നഗരങ്ങളിൽ ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററുകൾ കേൾവി സംസാര മേഖലയിൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA ജില്ലാ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ. ഛത്തീസ്ഗഡിൽ തടവിലാക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി പെരുവയലിൽ പ്രതിഷേധ മാർച്ച്. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് ജൂനിയർ ആൻഡ് സീനിയർ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 6, 7 തീയതികളിൽ നടക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.